ഹലോ ഗായ്സ്, ഞാൻ പറയണേ My biological name is Michael Elias Jackson Elias Vikram Elias. മോഡ് പോയി. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് യൂട്യൂബ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ യൂട്യൂബ് ഒരു പുതിയ ആക്കം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, മനസ്സിലായി. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. തുടങ്ങാനൊക്കെ എളുപ്പമാണ്. നിങ്ങൾ എന്തായാലും മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് വീഡിയോസ് ഇട്ട് എൻഗേജ് ചെയ്യുക ആൾക്കാരെ. അപ്പോൾ എങ്ങനെ അത് ഇതാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐ എം എ സ്റ്റാർട്ടർ. ഞാനും ഒരു ബിഗിനറാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ബിഗിനറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് അങ്ങേ കൊമ്പത്ത് നിൽക്കണവരെയും ഇവിടെ നിൽക്കണ നമ്മളെയും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ഭയങ്കര ഡിഫിക്കൾട്ട്. ലൈക്ക് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ വെച്ചിട്ട് കണ്ടൻ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ ഞാൻ നോക്കും. ഞാൻ അവർ ലോങ് ജേർണി കഴിഞ്ഞിട്ടാണ് അവർ ഇൻഫ്ലുവൻസർ ആയത്. സോ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കാൻ ഭയങ്കര കഷ്ടമാണ്. ബിക്കോസ് ലോങ് പോണം അതില്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ഞാൻ വേറൊരു സ്റ്റാർട്ടർക്ക് പറഞ്ഞു കൊടുക്കും. ബിക്കോസ് ദാറ്റ്സ് ബെറ്റർ. ലൈക്ക് നിങ്ങൾക്ക് ഒത്തിരി സ്ക്രോൾ ചെയ്യേണ്ടി വരില്ല. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാം കുറച്ച് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദ തിങ് ഈസ്, നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ഷോർട്സ് അങ്ങോട്ട് ഇടാം. ഷോർട്സ് വീഡിയോസില്ലേ, ഈവൻ ഇഫ് ഇറ്റ്സ് ആൻഡ്രോയിഡ് ഓൺ ഐഫോൺ. ഓക്കെ, ഐ നെവർ ടെലിങ് ദാറ്റ് ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളായിരുന്നു. ലൈക്ക് എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണ് സാംസങ് ഉള്ളപ്പോൾ ലൈക്ക് ഞാൻ കുറേ ലൈക്ക് പറയണ്ടല്ലേ. എന്താ ഹോബീസ്? ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നു. വീഡിയോസ് ഒക്കെ എടുത്തിടുമ്പോൾ അത്യാവശ്യം കുറച്ച് റീച്ചൊക്കെ കിട്ടണ്ടേ. ഫോണൊക്കെ എടുത്ത് കുറച്ച് ക്ലാരിറ്റിയിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാനങ്ങനെ കത്തി കയറും. അങ്ങനെ നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV, നമുക്കങ്ങ് സുഖിക്കണം. ഐ ആം എൻ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു വൈബായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഐഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമാകാൻ പോണു. ബട്ട് സ്റ്റിൽ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയതോടെ ഞാൻ ഈ ലൈക്ക് പറയണം, ഞാൻ എൻ്റെ കയ്യിൽ ഐഫോൺ കിട്ടിയതോടെ ഒരു മര്യാദക്കുള്ളൊരു ഫോട്ടോ, ഒരു വീഡിയോ ഞാൻ എന്നേ വരെ എടുത്തിട്ടില്ല എന്നല്ല, എടുത്തിട്ടുണ്ട്. ബട്ട് എൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണ രീതിയിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടില്ല ഈ ഫോണിൽ. ഒരു വർഷം കഴിയാനാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്യാമറ ഓർ ക്വാളിറ്റി, ഇറ്റ്സ് അബൌട്ട് ദ കണ്ടന്റിനാണ് ഇവിടെ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ബൈ ദ വേ, ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. അറിയാത്തവർക്ക് പറഞ്ഞുതരാം. 3 പേരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഒന്നുമില്ല, ജസ്റ്റ് കമ്മല് കളക്ഷൻ കാട്ടുന്നു, ജസ്റ്റ് അവരെ ഹിസ്റ്ററി പറയുന്നു. പക്ഷെ അവരുടെ ആ ഒരു വളർച്ച ഉണ്ടല്ലോ, ഫസ്റ്റിന്ന് തുടങ്ങിയിട്ടുള്ളവരുടെ ഒരു വളർച്ച കാണുമ്പോൾ, ആ ഒരു പ്രോഗ്രസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കേ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായി. സോ ദ തിങ് ഈസ്, കണ്ടന്റ് ഷോർട്ടേജ്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഷോർട്സ് ഇടുക. ഷോർട്സ് വീഡിയോ ഇടുക. എനിക്ക് അതിൽ അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ ഇട്ടിരിക്കുന്ന ടൈമിൽ. ലോങ് വീഡിയോസിനാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ട് അക്കൗണ്ട് കുറച്ച് ഇങ്ങോട്ട് റീച്ച് ആക്കിയിരിക്കാം. കുറച്ച് റീച്ച് ആക്കാം. ഓക്കെ, ഐ മീൻ നിങ്ങൾ എന്തിട്ടു, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയും ഇട്ടോ. നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എന്തെങ്കിലും എടുത്ത് റാൻഡം ആയിട്ട് എടുത്ത് വീഡിയോസ് ആണെങ്കിലും ഇട്ടോ. നിങ്ങൾക്ക് 1-2 ഫോളോവേഴ്സ് വെച്ചിട്ടാണെങ്കിലും കയറും. അങ്ങനെ ഡെയിലി ഒരു ഫോളോവേഴ്സ് വെച്ചിട്ട് കയറിയാലും നിങ്ങൾക്കൊരു ഈ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു എമൗണ്ട് ഓഫ് ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും വിത്തൗട്ട് എനി കണ്ടന്റ്. ഓക്കെ, കണ്ടന്റ് ഒന്നുമില്ല, ഷോർട്സ് മാത്രം ഇട്ടിട്ട്. ഫസ്റ്റ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ചെയ്യുമ്പം കുറച്ച് ലൈക്ക് അക്കൗണ്ടൊക്കെ കുറച്ച് എൻഗേജ് ആയി തുടങ്ങും. ആൻഡ് പിന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആ ടൈമിനുള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോവേ, ഫുഡൊക്കെ കഴിക്കാൻ പോവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല ആസ്തറ്റിക് അല്ലാഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുക, അത് വിട്ടു ഇടയ്ക്കിടയ്ക്ക്, നോ പ്രോബ്ലം. പക്ഷെ ആസ് എ
സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഷോർട്സ് ഇട്ട് തുടങ്ങുകയാണ് നല്ലത്. ഓക്കെ, ഞാൻ എന്തിനാണ് ലോങ് വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം 5-6 മാസമായില്ലേ, അതിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ട് കുറച്ച് അത്യാവശ്യം ഷോർട്സിലൊക്കെ നല്ല റീച്ച് ഉണ്ട്. സോ ഇപ്പം ഞാൻ ട്രൈ ചെയ്യണം ലൈക്ക് ലോങ് വീഡിയോ എത്ര റീച്ച് പോകും, ലൈക്ക് ഹൗസ് ദ എൻഗേജ്മെൻറ്റ്, നമ്മുടെ അക്കൗണ്ടിൻ്റെ എൻഗേജ്മെൻറ്റും നമ്മുടെ അക്കൗണ്ടിൽ എന്ത് കണ്ടന്റ് ഇട്ടാലാണ് കുറച്ച് റീച്ച് ആവുക എന്നുള്ളത് നമുക്ക് കുറച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഓരോരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇട്ടാം. വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ മീൻ ലൈക്ക് I mean, ഫുഡ് വ്ലോഗ് ആവാം, മേക്കപ്പ് ആവാം, അങ്ങനെ ഓരോരോ സാധനം. എനിക്കിപ്പോൾ വായിൽ ഇത് മാത്രമേ വേണമല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ ഇത് പറഞ്ഞത്. എനിക്ക് എന്തും ചെയ്യാം. കഴിവുള്ള കുട്ടികൾക്കാണെങ്കിൽ പാട്ട് പാടി ഡാൻസ് കളിച്ച് അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാം. ആൻഡ് ആർക്കും കഴിവില്ലാത്തതായിട്ടൊന്നും ഇല്ല ഗൈസ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങനെയായിരിക്കും ഇരിക്കുക, I mean, ഏത് പൊസിഷനിലായിരിക്കും ഇരിക്കുക, ആർക്കും ഗസ് ചെയ്യാൻ പറ്റൂല. സോ അതുപോലെ ആയിരിക്കും നിങ്ങൾക്കും. സോ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, ലൈക്ക് നെവർ മൈൻഡ്. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു മേ ബി ഫസ്റ്റ് പോയിന്റ്. ഒരു ഫ്രണ്ട്സിനും ആരെയോടും പറയരുത്. എന്നിട്ട് അങ്ങോട്ട് പോസ്റ്റൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഇങ്ങോട്ട് ഇടാം. എന്തായാലും നിങ്ങളൊരു റീച്ച് ആവേണ്ട ആരുടെ അടുത്തും ഫാമിലീസിൻ്റെ അടുത്ത് എത്തിക്കൂല. സോ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പോൾ അവരുടെ കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടി, ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് കണ്ടിട്ട് പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ട് ഷെയർ ചെയ്തിട്ട് അറിയിച്ചാൽ മതി. അത് വേറെ ആരോടും അറിയിക്കരുത്. ബിക്കോസ് ദ നസർ വാസ് റിയൽ. ആൻഡ് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് നോ വൺ നോസ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് എന്തും. പിന്നെ ലൈക്ക് വേറെ ആരും എന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങനെ മൈൻഡില്ല. പിന്നെ ആരും ഒന്ന് കമൻറ്റിൽ കൂടെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് എനിക്ക് തീരെ പ്രശ്നമില്ല. ഇപ്പം എങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഇടാം. ദ മെയിൻ തിങ് ഈസ് കൺസിസ്റ്റൻസി വേണം. ദാറ്റ് ഈസ് ദ റിയൽ ബുദ്ധിമുട്ട്. എനിവേയ്സ്, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.